വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ ഒരു എപ്പിസോഡിൽ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളാ ഒരു കല്യാണം, വെറും കല്യാണമല്ല, തമിഴ്നാട് മാപ്പിളെ കല്യാണം. അപ്പൊ ഞാൻ ഇവിടെ വരാൻ കാര്യം എനിക്കൊരു വർക്ക് കിട്ടി. ഞാൻ ഓൾറെഡി എന്നെ അറിയണം, എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്താ ഈ കാണുന്ന ദിലീപ് ബ്രോയുടെ ഞാനാണ് മാപ്പിളെ ആ ഒരു ഗ്രൂം മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ അവിടുത്തെ പോലല്ല ഇവിടുത്തെ ഒരു കൾച്ചർ. കാര്യം ഇവരെ കല്യാണം നാളെയാണ്, പക്ഷെ ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് ഇന്ന് ഈവനിങ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പൊ ബാക്കി എന്തൊക്കെയാണ് ഓരോ വിശേഷങ്ങളും ഞാൻ അപ്പൊ ഓരോ പാർട്ടായിട്ട് കാണും. இப்போ அபிஷியலா கல்யாணம் பண்ண போறோம் அக்டோபர்ல. யாரும் தவிர்த்துட்டாங்க. ஆமா பார்த்தேன், நீங்க சலூன் வச்சிருக்கீங்க போல. இருக்கு சலூன், டாட்டூ ஸ்டுடியோ, ஸ்கினியர். கிருஷ்ண பிரசாத் ஸ்டைல் பண்ணோம். ஆக்சுவலி வெரி சாட்டிஸ்ஃபை. നമ്മുടെ കേരളത്തിൽ പോലെയല്ല കേട്ടോ ഇവിടുത്തെ കല്യാണ ചടങ്ങ്. എല്ലാം നല്ല മാറ്റങ്ങളുണ്ട്. നമ്മളവിടെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും പയ്യന്റെ ഒരു ചടങ്ങ് നമുക്ക് തലേദിവസമായിരിക്കും. പക്ഷെ ഇവിടെ വരുന്നത് കല്യാണത്തിന് മുമ്പാണ് പയ്യന്റെ ആ ഒരു റിസപ്ഷൻ. പിന്നെ ഇതൊരു ബാമിണിസ് ഒരു വെഡിങ് ആണ്. കറക്റ്റായിട്ട് ഒരു ബാമിണിസ് എന്തൊക്കെയുണ്ട് ചടങ്ങുകളുണ്ട് അതെല്ലാം നമുക്ക് എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഇതെല്ലാം നടത്തിയത് ഇവരെ ഒരു കുടുംബ കോവിലാണ്. അതേ ഈ കാണുന്ന കുടുംബ കോവിലിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. കാര്യം കോവിലൊരു 9 മണിക്ക് തന്നെ അടച്ചു. അപ്പൊ ഇവിടുത്തെ പാർട്ടി തന്നെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഏകദേശം 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെഡിങ് എല്ലാം ക്ലോസ് ആകും. പക്ഷെ ഇവിടെ 9 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പം എന്തുകൊണ്ടും കാണാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര അതിൽ ഞാൻ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ തന്നെ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റി ഈ ഒരു കല്യാണത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ബ്രാഹ്മിൺസിന്റെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ കാണാത്ത തന്നെ ഒത്തിരി കല്യാണം. പിന്നെ നമ്മളെ കേരള കൾച്ചർ പോലില്ല, കണ്ടില്ലേ രാത്രി ഈ ഒരു കൊട്ടും ചെണ്ടയും മേളയും ഈ ഒരു അകമ്പടിയാണ്. ഇനിയാണ് മണ്ഡപത്തിൽ പോണത്. രാത്രി ഇപ്പൊ തന്നെ 9:30 ഇനി ഇവിടെ നിന്ന് മണ്ഡപത്തിൽ 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 5 കിലോമീറ്ററാണ് ഈ ഒരു കൊട്ടും വാദ്യവശം മണ്ഡപത്തിൽ പോണത്. ഇതാ ഇപ്പൊ ഈ കാണുന്നത് പെണ്ണിന്റെ വീട്ടിലാണ് ഈ ഒരു ആര്യതി ഒഴിഞ്ഞ് പയ്യനെ ഇങ്ങോട്ട് ഈ ഒരു മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ കേരളത്തോട് ഒരു ബന്ധം പറയാൻ പറ്റാത്ത ഒരു ആചാരം തന്നെയായിരുന്നു ഈ ഒരു കല്യാണം. അങ്ങനെ വരനെ മണ്ഡപത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നു. പിന്നെ അത് ചെണ്ടമേളം ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ വേറെ ഒരു DJ സെറ്റ് കൂടിയുണ്ട്. അപ്പം മൊത്തത്തിൽ ആ ഒരു ബാമൺസിന്റെ കല്യാണം ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ന്യൂ എന്തൊക്കെയുണ്ട് അതെല്ലാം അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ല പിള്ളേരൊക്കെ ആസ്വദിച്ച് കളിക്കുന്നു. അപ്പം ഞാൻ ഇത് പോകുന്നത് ഇവിടുത്തെ ഫുഡ് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ബാമൺസ് കല്യാണമാണ്, അപ്പോൾ കുറേ നോൺ വെജ് ഫുഡായിരിക്കും. പക്ഷേ ഇവിടുത്തെ സ്റ്റൈല് എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇവിടത്തെ കല്യാണം മൊത്തം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു വെറൈറ്റി ഫുഡ് നമ്മൾ അവിടെ കിട്ടുന്ന ആ ഒരു ഫുഡല്ല, ഇവിടുത്തെ ഒരു കൾച്ചർ ഫുഡ് നമുക്ക് ഇനി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷമായിട്ട്. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിരുന്നു എന്തൊക്കെയാണെന്നുള്ള ഓരോ ഫുഡും എന്തൊക്കെയാണ് ഡിഷസ് എന്നും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ അടുത്തിരിക്കുന്നത് നമ്മളെ ഷിൻറ്റു ചേട്ടനാണ്. പുള്ളിയാണ് ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇവിടുത്തെ കുറെ വെഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഏർപ്പുള്ള സ്റ്റീവൻ ബ്രോ ആണ് എനിക്ക് ഈ ഒരു വെഡിങ് എനിക്ക്
തന്നത്. അപ്പം പുള്ളി ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ ഒരു കല്യാണത്തിന്റെ ഇതും എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു തരുമായിരുന്നു. കണ്ടില്ലേ, നമ്മളും എല്ലായിടത്തും ചെയ്യും പോലെ വാഴയിലെ വെള്ളം വൃത്തിയാക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ഡിഷസ്. ആ ഫസ്റ്റ് കാണുന്ന അത് അലുവയാണ്. അത് വെറൈറ്റി അലുവയാണ്. രണ്ടാമതാണ് തൈര് സാദം, പിന്നെ കിച്ചടി, കോളിഫ്ലവർ, പിന്നെ നമ്മളെ ബീച്ച് പൊറോട്ട, പിന്നെ ഒരു സ്റ്റൂ, ഇവിടുത്തെ ഒരു പനീർ സ്റ്റൂ, പിന്നെ സാധാരണ നമ്മളെ ദോശ, പിന്നെ ഇതൊക്കെയാണ് ഇവിടെ. ഈ കാണുന്ന ബദാം മിൽക്കാണ്, പിന്നെ പായസം. അപ്പം ഇവിടെ വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ നാട്ടിൽ നമ്മള് ഇല മടക്കുന്നത് ഇവിടെ അങ്ങോട്ടാണ്. പക്ഷെ ഇവിടെ അത് മടക്കി കഴിഞ്ഞാൽ ഇവിടെ 8ന്റെ പണി കിട്ടും. ഇവിടെ സീനാണ്. അതുകൊണ്ട് ഇവിടത്തെ ഇല നമ്മൾ മടക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. കണ്ടില്ലേ, ഇത് മൊത്തം എല്ലാവരും ഇങ്ങനെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ ഡി ജെ തുടങ്ങി. ഇവിടുത്തെ ഡി ജെയിൽ ആൺ വീട്ടുകാർ മാത്രമല്ല, പെൺ വീട്ടുകാരുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ അവിടെ ആൺ വീട്ടുകാർ മാത്രമായിരിക്കും ഈ ഒരു ചടങ്ങിൽ ഏർപ്പെടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് ഓപ്പോസിറ്റാണ്. ഇവിടെ രണ്ടുപേരും ഇവിടെ വന്ന് ആ ഒരു ചടങ്ങ് പങ്കെടുക്കും. അപ്പോൾ നാളെ രാവിലെയാണ് ഒരു കല്യാണം. രാവിലെ 4 മണിക്കാണ് ഈ ഒരു കല്യാണത്തിന് ഓരോ ചടങ്ങുകൾ ഇവിടെ തുടങ്ങണം. അപ്പോൾ ഒത്തിരി ചടങ്ങുകളുണ്ട്. കല്യാണ മുഹൂർത്തം 9 മണിക്കാണ്. അപ്പം 4 മണി തൊട്ട് തുടങ്ങും. മഞ്ഞക്കോലം വരച്ച് നമ്മളെ ഈ ഒരു പടത്തിൽ കാണും പോലത്തെ ആ ഒരു കുറേ ആചാരങ്ങളുണ്ട്. അപ്പം നാളെ 4 മണിക്ക് അപ്പോൾ അതിൻ്റെ ഇത് തുടങ്ങും. അപ്പോൾ ബാക്കി എപ്പിസോഡ് നമുക്ക് കാണാം. അപ്പോൾ ആരും മിസ് ചെയ്യില്ല. അപ്പോൾ നാളെ ആയിരിക്കും ആ ഒരു ബാമൂൽസ് കല്യാണത്തിന് നമ്മൾ കാണാത്ത ആയ ഒത്തിരി ചടങ്ങുകൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.